ആക്ച്വലി പറഞ്ഞത്. ദേ ആർ ലൈക്ക് എൻസൈക്ലോപീഡിയാസ് ഓഫ് ആക്ടിങ്. സിമ്പിൾ, സോ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ കാണുമ്പോഴേ കണ്ടിരിക്കാം. ഇറ്റ് വാസ് ഐ ആം ഗ്ലാഡ്. ഇതുപോലെ സ്വന്തം പടത്തിൻ്റെ അഭിപ്രായം പറയാനായിട്ടുള്ള ഒരു ചടുപ്പുണ്ട്. പക്ഷേ എനിക്ക് ഷാഹി ഇതിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന കാര്യവും പോത്തേട്ടൻ്റെ പെർഫോമൻസ്, മ്യൂസിക് ആൻഡ് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ചെയ്തിട്ടുള്ള വർക്കിൽ പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. പടം ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അടുത്ത കുറച്ച് റോൾ മോഡലുണ്ട്. ഇല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ പറഞ്ഞൊരു പടത്തിലൂടെ ജേണി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ അത് റിലീസായി ആൾക്കാരുടെ മുമ്പിൽ ഇപ്പോൾ ഈ പടം പ്രദർശിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതിൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഈ ഷോയ്ക്ക് കിട്ടിയ റെസ്പോൺസിൽ വളരെ ഹാപ്പിയാണ്. ഇത് കൂടുതലും നമ്മുടെ ടീമും ക്രൂവും ഫാമിലി മെമ്പേഴ്സും ഒക്കെ നടന്നിട്ടുള്ളൊരു ഓഡിയൻസാണ്. അപ്പോൾ മറ്റ് ഷോസ് നടക്കട്ടെ, ജനറൽ ഓഡിയൻസ് കണ്ടിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. റോഷൻ മാത്യു എന്ന നടൻ വളരെയധികം സെലക്റ്റീവായിട്ടാണ് മലയാളത്തിൽ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്. കൂടുതലായിട്ട് പുറത്തുനിന്നുള്ള സ്ക്രിപ്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിന് കാരണം എന്താണ്? എല്ലായിടത്തും സെലക്റ്റീവായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. എല്ലായിടത്തും ഞാൻ പതുക്കെ കുറച്ചായിട്ടേ ചെയ്യുന്നുള്ളൂ. പുറത്തുനിന്ന് വെച്ചാൽ ഞാൻ ആകെ 3-4 പ്രോജക്റ്റ് പുറത്തും ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഈ സിനിമയ്ക്കായിട്ട് ഒരു വർഷത്തോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതിൽ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ യാതൊരു രീതിയിൽ സങ്കടമോ തെറ്റായിപ്പോയി എന്നുള്ളത് തോന്നലോ വരുന്നില്ല എന്നുള്ളതിൽ തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. അതും മതി.